അതായത് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലുള്ള വീഡിയോസ് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പല വീഡിയോസിനകത്തും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ പല വീഡിയോസിനകത്ത് ഇത് പറഞ്ഞിട്ടും. കൊച്ചിയിൽ വന്നിട്ട് കുറേ ഫ്രണ്ട്സ്. ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ചെറിയൊരു Q&A വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു ചിറ്റ് വീഡിയോയും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ നാളായി എന്നോട് യൂട്യൂബിൽ തന്നെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു Q&A സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യനുകൾ ഞാൻ പിന്നീട് ഉള്ള ഒരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എഴുതി വെച്ചിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് 10-11 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഇപ്പം എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് പിന്നീട് ഒരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ എൻ്റെ പല വീഡിയോസിനകത്തും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ പല വീഡിയോസിനകത്ത് ഇത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം ഇങ്ങനെയുള്ള ചിറ്റ് ചാറ്റ് വീഡിയോ, അതുപോലെ തന്നെ Q&A വീഡിയോയും ഒക്കെയാണ് ഇഷ്ടം. പിന്നെ ട്രാവൽ വ്ളോഗ് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് ഞാൻ യൂസിങ് എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസും Q&A വീഡിയോസും കണ്ടാൽ നിങ്ങൾക്കറിയാം. അതുപോലെ ഞാൻ ഒരു വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. അന്നും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇന്നും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് യൂസ് ചെയ്ത ഫോൺ ഏതാണ്, അതായത് എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഫോൺ ഏതാണെന്നുള്ളത്. എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം ഉള്ള ഫോൺ എന്ന് പറയുന്നത്, അത് ഞാൻ ഞാൻ ജോലി ചെയ്ത സാലറിയിൽ തന്നെ ഉണ്ടാക്കിയ ഫോൺ തന്നെയാണ് കേട്ടോ. ഒപ്പോ A71 ആണ്. ഒപ്പോ A71. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നിർത്തലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫോണ്. അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യാതെ പിന്നെ ഞാൻ യൂസ് ചെയ്ത വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത ഫോണ് റെഡ്മി നോട്ട് 10 Pro ആണ്. അതും കഴിഞ്ഞ് ഇതെല്ലാം ഏകദേശം ഒരു 5-4 വർഷം യൂസ് ചെയ്ത ഫോണുകളാണ് കേട്ടോ. അത് കല്യാണത്തിന് മുന്നേ യൂസ് ചെയ്ത ഫോണാണ് ഈ ഒപ്പോ A71 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞുള്ള ആ ഒരു ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് തന്ന ഫോണാണ് എനിക്ക് ഈ റെഡ്മി നോട്ട് 10 Pro എന്ന് പറയുന്ന ഫോൺ. അതിനുശേഷം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു 4-5 മാസമായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 16 ആണ് യൂസ് ചെയ്യുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നല്ല ക്ലിയർ ആണല്ലോ, വീഡിയോസ് എല്ലാം നല്ല ക്ലിയറായി, നല്ല ഇതായി, ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ VN അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. എനിക്ക് കൂടുതലും ഇത് ഇൻഷോട്ട് തന്നെയാണ്. നമുക്ക് എളുപ്പവും അത് തന്നെയാണ്. മിക്കവരും പറയാറുണ്ട് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: കൊച്ചിയിൽ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയോ? കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും അപ്പം ഞാൻ പഠിക്കുന്നിടത്താണെങ്കിലും കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെയ്ത വീഡിയോസിൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയ വീഡിയോസ് ഏതാണ്? ചെയ്ത വീഡിയോയിൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും, ഞാൻ പറഞ്ഞല്ലോ, Q&A വീഡിയോ, ചിറ്റ് ചാറ്റ് വീഡിയോ തന്നെയാണ് എനിക്ക് കൂടുതലും സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ. പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെന്താണ്, അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ളത്. പക്ഷേ ഇതിലൊന്നും എനിക്ക് വ്യൂസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ
കഴിഞ്ഞ റെഡി ആയിട്ട് ചെയ്ത ഹിമാലയയുടെ ക്രീമിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഹിമാലയ കുണ്ടഷൻ ക്രീമിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് വാഷും ചെയ്തിരുന്നു. അപ്പോൾ അതിന് വ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ. ഞാൻ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം, തമ്മിലൊക്കെ കാണിക്കാം. ഓക്കെ, സൈഡിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ബാക്കിലിരിക്കുന്ന സംഭവം എന്താണ്, ഷെൽഫാണോ എന്താണെന്നുള്ളത്. ഇത് നമ്മുടെ എന്താണ് അലമാരിയില്ലേ സാധാരണ, അതുപോലത്തെ അലമാരിയാണ് കേട്ടോ. ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. റേറ്റ് ചോദിച്ചിട്ടുണ്ട്. 3000 സംതിങ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്. പിന്നെ 4 ഇതാണുള്ളത് കേട്ടോ. 4 പാളിയായിട്ടാണ് ഇങ്ങനെ 1 2 3 4 അങ്ങനെ 4 പാളിയായിട്ടുണ്ട്. ഈ മണ്ടയ്ക്ക് ഒരു പാളിയും കൂടെ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്താ നമുക്ക് ഇത്രയുമുള്ളതാണ്. ഈ 3 പാളിയാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്താ എന്താ നല്ലതാണോ, ആ റേറ്റിന് വെർത്താണെന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് കുട്ടികളുടെ ഒക്കെ എന്താ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെക്കാൻ കുഴപ്പമില്ല. പക്ഷേ പ്രായമുള്ള നമ്മുടെ ജീൻസ് അങ്ങനെയുള്ള കട്ടിയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പം പൊളിഞ്ഞൊന്നും പോകുന്നതല്ല, എന്നാലും ഒരുപാട് വെയിറ്റ് താങ്ങില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. അപ്പം കുഴപ്പമില്ല, എന്നാൽ ഒരുപാട് വെയിറ്റും പറ്റില്ല. നല്ലൊരു ഒതുങ്ങി നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല. ഒട്ടും യൂസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, നല്ലതാണ്. പക്ഷെ ഒരുപാട് നമ്മൾ ഒരു അറയിൽ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. കുറച്ചൊരു 7-8 സാധനങ്ങൾ വെക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇനിയുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഒരാൾ തന്നെ ചോദിച്ചിരിക്കുന്ന, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലുള്ള വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണോ, ഫാമിലിയെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടമാണോ, ഇല്ലേൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലുള്ള ഫാമിലി വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ട്രാവൽ വ്ളോഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഷോപ്പിംഗ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം പല നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതായത് മല്ലു ഫാമിലി, അതുപോലെ തന്നെ ഇറ്റ്സ് മീ വിജിത എന്ന് പറയുന്ന, അത് ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല, കൂടുതലും ബ്യൂട്ടി വ്ളോഗ്സും അങ്ങനെ ഒക്കെ ചെയ്യുന്നതാണ്. എന്നാലും ഫാമിലിയെ ഉൾപ്പെടുത്താറുണ്ടല്ലോ. അങ്ങനെ അവരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഇങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് പേരെ അറിയുള്ളൂ കേട്ടോ. ഞാൻ കൂടുതലും അവരുടെയൊക്കെ വീഡിയോസാണ് കൂടുതലും. പിന്നെ തനി മലയാളി എന്നുള്ളത്, അത് കൂടുതലും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ ഫാമിലി റിലേറ്റഡ് ആയിട്ടും കുറേയേറെ ചെയ്യാറുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഫാമിലിയെ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അതായത് ഓരോ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ താല്പര്യം എനിക്കില്ല. ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും, അതുപോലെ തന്നെ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ് അങ്ങനെയുള്ള ഒരു ഇത് കൺസെപ്റ്റ് വെച്ചാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഞാനങ്ങനെ എൻ്റെ ഫാമിലി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ഞാൻ കൂടുതലും ഷോപ്പിംഗ് ഒക്കെ പോകുമ്പം അങ്ങനെ എൻ്റെ ഫാമിലിയെ കാണിക്കല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കൊണ്ടുവരാറില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല. ഇല്ലേൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പല വീഡിയോസിനകത്ത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു ക്യൂരിയോസിറ്റിയാണ്, എന്താണെന്നുള്ള അറിയാനുള്ള. അവരുടെ കമൻസിന് നമ്മൾ ആൻസർ പറയണം. ഇതിലിപ്പം നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ക്വസ്റ്റ്യൻസ് പറയാനും നമ്മൾ തയ്യാറായിരിക്കണം, അങ്ങനെയൊക്കെ. അതുകൊണ്ട് കൂടുതലും ഫാമിലിയെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നത് കൊണ്ടുള്ള അഭിപ്രായം,
അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. നമ്മൾ അത് പറയുന്ന പോലെയല്ലോ, അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ യൂട്യൂബ് തുടങ്ങുന്നത് തന്നെ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ഈ യൂട്യൂബ് തുടങ്ങിയത് എന്താ എന്താണ് കിച്ചൺ പരമായിട്ട്, അത് ഫുഡ് ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ പിന്നെ അതിൽ എനിക്ക് അത്ര ഒരു ഇതില്ലാന്ന് തോന്നി. എന്താ ഇപ്പോഴും നമുക്കത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ക്യാമറ എടുത്ത് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്യൂട്ടി വ്ലോഗ്സും കൂടെ ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഞാൻ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്, വ്ലോഗ്സിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ബ്യൂട്ടി വ്ലോഗ്സ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അതാണ് എനിക്ക് കൂടുതലും കംഫർട്ടും ചെയ്യാൻ ഇഷ്ടവും ഒക്കെ. കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമില്ലെന്നല്ല, ഇഷ്ടമാണ്. പക്ഷേ അത് വീഡിയോയിൽ അത് എല്ലാം കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, പ്രഗ്നൻ്റ് ആണ്. എത്ര മന്തായെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം 8 മാസം കഴിയാൻ പോകുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ട് ചോയ്സാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഷോപ്പിംഗ് വീഡിയോ എന്താ അത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മളോട് കുറച്ച് ലിസ്റ്റുകൾ പറഞ്ഞിരുന്നു, സാധനങ്ങൾ വാങ്ങാനായിട്ട്. അതായത് കുഞ്ഞിനും എനിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറഞ്ഞിരുന്നു. അവിടെ അന്നേരത്തേനുള്ള അത്യാവശ്യത്തിന് വേണ്ടി അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അന്നേരത്തേന് അത്യാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, നല്ല രീതിയിലൊരു മാരേജ് ലൈഫ് മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല, 5 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ മാരേജിൻ്റെ കാര്യം പറയുകയാണെങ്കിലും. എങ്കിലും ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാൻ നമ്മൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് കേട്ടോ. എല്ലാവരും പറയും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഒരിക്കലും അല്ല. നമ്മൾ പരസ്പരം മനസ്സിലാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം നല്ലതുപോലെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മൂന്നാമതൊരാളെ അതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരാതിരിക്കുക. നമ്മളിൽ തന്നെ നമ്മൾ ആ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. വേറൊരാൾ വന്നതിൽ തലയിടാൻ ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ് ആണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ആ മുറിയിൽ തന്നെ പറഞ്ഞ് തീർക്കാനുള്ളത് തീർക്കുക. ഓക്കെ, അത് അധികം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക, പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക, പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതും നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് പറഞ്ഞു തീർത്താലും പറ്റാത്തതാണെങ്കിൽ നമ്മുടെ പേരൻസിനോട് സംസാരിക്കുക. അവരും കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. ഓക്കെ, അത് ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ജീവിതത്തിലൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസ്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.